ശ്ലോകം 8. കുട്ടികൾ എന്തെന്നില്ലാത്ത ദാഹത്തോടുകൂടി വെള്ളം കുടിക്കുകയാണ്. പിബതി സലിലം ഗോപവ്രാതേ, ഗോപന്മാരുടെ കൂട്ടം, ഗോപക്കുട്ടികളുടെ കൂട്ടം വെള്ളം കുടിക്കണം. സലിലം വെള്ളം, പിബതി കുടിക്കുമ്പോൾ ഇവനെന്ത് ചെയ്തു? ഈ അസുരനെന്ത് ചെയ്തു? ഭവന്തം അഭിദ്രുത, ഭഗവാന്റെ നേർക്ക് ഓടി വന്നു. കുട്ടികളെ ഒക്കെ വെള്ളം കുടിക്കുകയാണ്. ഇവിടെ ഭഗവാൻ നിൽക്കണു. ഭഗവാന്റെ നേർക്ക് ഓടി വന്നു. സകില നിഖിലൻ അഗ്നി നിഖിലൻ, അങ്ങനെ വന്ന് ഭഗവാനെ വിഴുങ്ങി. നിഖിലൻ വിഴുങ്ങി. വിഴുങ്ങിയതായ സമയത്ത് ആകാശത്തിൽ നിന്നുള്ള ദേവന്മാർ കണ്ടു ഭഗവാൻ ഇവൻ്റെ ഉള്ളിലായി. ഇനിയിപ്പോൾ അവൻ അങ്ങനെ തിന്നളയും. അപ്പോൾ അവർക്കൊക്കെ പേടിയായി, എന്താണെന്നില്ലാത്ത പേടിയായി. അവരവിടെ നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭഗവാനെ ഇവനെ വധിക്കണേ, ഇവനെ വധിക്കണേ എന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഗർഗഭാഗത്തിൽ ഈ ഭാഗം കുറച്ചുകൂടി നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ബകാസുരൻ എപ്പോഴാണോ തന്നെ വന്ന് വിഴുങ്ങിയത്, ഭഗവാനെ കാണാണ്ട് ഉള്ളിലായിപ്പോയി. അപ്പോൾ ദേവന്മാരെല്ലാവരും ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അത് ഭട്ടപാദമുനി അത് എഴുതിയിട്ടില്ല. അപ്പോൾ ഗർഗഭാഗവതം നോക്കുമ്പോൾ നമുക്ക് കാണാം, ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് വന്ന് ഇവനെ വെട്ടാൻ നോക്കി, സാധിച്ചില്ല. ബ്രഹ്മാവ് തൻ്റെ ദണ്ഡമുണ്ട്, ആ ദണ്ഡം കൊണ്ട് അടിക്കാൻ നോക്കി, അവൻ ചാവുന്നില്ല. ശിവൻ ശൂലം കൊണ്ട് വന്ന് ദൈ ഒരു ചിറക് ഓടിഞ്ഞു എന്നാണ് പറയുന്നത്. ശിവൻ്റെ ആ ശക്തി കൊണ്ട് ഒരു ചിറക് ഓടിഞ്ഞു. വായു ഭഗവാൻ തൻ്റെ കയ്യിലുള്ള അസ്ത്രം വായവ്യാസ്ത്രം എന്ന് പറയും. ആ വായവ്യാസ്ത്രം കൊണ്ട് ഇവനെ തെറിപ്പിക്കാൻ ശ്രമിച്ചു. ഇവന് ഇളകുന്നില്ല. യമധർമ്മൻ തൻ്റെ കയ്യിൽ ദണ്ഡമുണ്ട്, ആ ദണ്ഡം കൊണ്ട് അടിച്ചു നോക്കി, ഇവൻ ചാവുന്നില്ല. നേരെ മറിച്ച് ആ ദണ്ഡം ആരെ നേരിട്ട് പ്രയോഗിക്കുന്നു അവരൊക്കെ മരിക്കേണ്ടതാണ്. ഇത് ഇവൻ എന്ത് ചെയ്തിട്ട് ഇവൻ ചാവുന്നില്ല. സൂര്യഭഗവാൻ തൻ്റെ കിരണങ്ങളെ കുറച്ചുകൂടി ശക്തിയോടുകൂടി ചൂടുള്ളതാക്കി തീർത്തു. പക്ഷെ അവനൊന്നും സംഭവിക്കുന്നില്ല. വൈശ്രവണൻ തൻ്റെ വാളുകൊണ്ട് വന്നിട്ട് ഇവനെ വെട്ടി. പക്ഷെ ഒരു ചിറക്, മറ്റേ ചിറക് ഓടിഞ്ഞു. അങ്ങനെ 2 ചിറക് ഓടിഞ്ഞു. ചന്ദ്രൻ മഞ്ഞുകൊണ്ട് ഇവനെ തണുപ്പിച്ചതാകാൻ നോക്കി, അവനൊന്നും സംഭവിക്കുന്നില്ല. അഗ്നി വന്ന്, അഗ്നിയുടെ ആയുധം ആഗ്നേയാസ്ത്രം കൊണ്ട് അവൻ ചാവുന്നില്ല. കുറച്ചൊക്കെ കരിഞ്ഞു പോകും, അത്രയേ ഉള്ളൂ, ചാവുന്നില്ല. വരുണൻ വന്ന്, വരുണൻ്റെ കയ്യിൽ പാശം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, ആ പാശം കൊണ്ട് ബന്ധിക്കാൻ നോക്കി, സാധിക്കുന്നില്ല. ഭദ്രകാളി ഗത കൊണ്ട് എന്നാണ് പറയണത്, ആ ഗത കൊണ്ട് വന്ന് അടിച്ചു, ബോധം കെട്ടു വീണു. സുബ്രഹ്മണ്യൻ തൻ്റെ വേലുകൊണ്ട്, സുബ്രഹ്മണ്യൻ്റെ കയ്യിൽ വേലാണ്, വേലുകൊണ്ട് വന്ന് ഇടിച്ചു, ഒരു കാല് പോയി, അത്രയേ ഉള്ളൂ. അവൻ ചാവുകയില്ല. അതായത് ഈ കുട്ടി കൃഷ്ണൻ അവൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇത് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ എഴുതിയിട്ടില്ല. ഗർഗഭാഗവത്തിൽ ഗർഗമഹർഷിയാണ് ഭഗവാൻ നാമകരണം ചെയ്തത്. അത് നമ്മൾ പഠിച്ചു തന്നെ കാണും. അപ്പോൾ ഗർഗമഹർഷി എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സത്യമാണ്. അതാണ്, അത്രത്തോളം അറിവുള്ള ആളാണ് ഗർഗമഹർഷി. ഭഗവാനെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളാണ്. അതാണ് സകില നിഖിലൻ, അവൻ ഭഗവാനെ വിഴുങ്ങി. ഭഗവാൻ അപ്പോൾ എന്ത് ചെയ്തു? ദേവന്മാരവിടെ നിന്ന് തന്നെ സ്തുതിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അഗ്നിപ്രഖ്യം, തൻ്റെ ശരീരത്തിനെ തീ പോലെ ചൂടുള്ളതാക്കി തീർത്തു, ഒരു തീക്കട്ട പോലെ ആക്കി തീർത്തു. അപ്പോൾ ഇവനെന്ത് ചെയ്തു? ഉദ്യമൻ ഛർദ്ദിച്ചു. ഭഗവാൻ താഴത്ത് വീണു. എപ്പോൾ അവൻ ഛർദ്ദിച്ചുവോ ഭഗവാൻ താഴത്ത് വീണു. അപ്പോൾ വീണപ്പോൾ അവൻ വീണ്ടും വന്നു. ദളയിതുമകാൽ ത്രോട്ടിയാഹ കോട്ടിയാ, അവൻ്റെ ചുണ്ടിൻ്റെ അറ്റം കൊണ്ട് ഭഗവാനെ വന്ന് വീണ്ടും കൊത്തിയെടുക്കാൻ ശ്രമിച്ചു. തദാശു ഭവാൻ വിഭോ, ഹേ ഗുരുവായൂരപ്പ. അപ്പം അങ്ങെന്ത് ചെയ്തു? ഖലജന ഭിതാചുഞ്ചു ചഞ്ചു പ്രഗൃഹ്യ ദദാരഥം,
ഖലജനങ്ങളെ ദുഷ്ടജനങ്ങളെ ഭേദിക്കുന്നതിൽ കൊല്ലുന്നതിൽ ചുഞ്ചു സമർത്ഥനാണ്. സമർത്ഥനായ ആ ഭഗവാൻ ചഞ്ചു പ്രഗഹ്യ അവൻ്റെ 2 ചൂണ്ടിനെയും 2 കൈകൊണ്ട് അങ്ങോട്ട് പിടിച്ചു. ആ കൊക്കിനെ 2 ഇത് കൊണ്ട് പിടിച്ചു. ദദാര എന്നിട്ട് ആന ഓല കീറും പോലെ അവിടെ കീറി. ദദാരതം ദദാര. അപ്പോൾ പിബതി സലിലം ഗോപവ്രാതേ, ഗോപക്കുട്ടികൾ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭഗവാൻ മാറി നിൽക്കണു. ഈ അസുരൻ ബകാസുരൻ ഭവന്തമവിദ്രുത അവൻ്റെ നേരിട്ട് ഓടി വന്നു. സകില നിഖിലൻ ഭഗവാനെ വിഴുങ്ങി. ഭഗവാനോ ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് അഗ്നിപ്രഖ്യം അഗ്നി പോലെ ആയിത്തീർന്നു, തീക്കട്ട പോലെ ആയിത്തീർന്നു. പുനർദ്രുതം ഉദ്ധ്വൻ അവനെ ഛർദ്ദിച്ചു കിടക്കുന്ന ഭഗവാനെ ദളയിതും അകാൽ കോട്ടിയാഹ ആ ചുണ്ട് അവരെ മൂക്കാണെന്ന് പറയുന്നുണ്ട്. അതിനെ 2നെയും കൈകൊണ്ട് പിടിച്ച് പ്രഗൃഹ്യ പിടിച്ചിട്ട് ദദാര കീറി, 2ആയിട്ട് കീറിയുണ്ടായി. അങ്ങനെ ബകാസുരനെയും 2 പേരെയും വധിച്ചു. ബകാസുരനെയും വധിച്ച് ആ ഭഗവാനെ ആ കുട്ടികൾ എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ സ്വീകരിക്കണം. എപ്പോൾ അവനെ വധിച്ചുവോ വട്ടവാദമുനി പറയുകയാണ്,